റോക്കിക്ക് മനസ്സിലായി എല്ലാം അല്ലേ റോക്കി? ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇല്ലടാ പൊന്നെ, കുഞ്ഞിന് മനസ്സിലായോ? നമ്മൾ നാട്ടിലോട്ട് പോവുകയാണോ? ഞങ്ങളുടെ പാക്കിങ് നടക്കുവാണ്. ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി പഞ്ചാബിലോട്ട്. അപ്പം ഞങ്ങൾ സാധനങ്ങളെല്ലാം രണ്ടായിട്ട് പാക്ക് ചെയ്യുകയാണ്. കുറച്ച് സാധനം പഞ്ചാബിലോട്ടും കുറച്ച് സാധനം നാട്ടിലോട്ടും ഇടണം. അപ്പം വേണ്ടാത്ത സാധനങ്ങളെല്ലാം നാട്ടിലോട്ട് വിടണം. ഇത് വേസ്റ്റാണ്, കളയാനുള്ളതാണ്. ഇതായി പിന്നൊരു ദിവസം നമുക്ക് ചെടി ചെയ്യാം. നാളെ നോക്കാം. ചെടികളെല്ലാം പിഴുതെടുക്കണം. ചെടികളെല്ലാം പിഴുത് പാക്ക് ചെയ്യണത് നമുക്ക് നാളെ നോക്കാം. ഇനി നമുക്ക് അകത്ത കാര്യം നോക്കാം. മഴ വരുന്നുണ്ട്, ഇനിയിപ്പം വെളിയിൽ നിന്നാ പറ്റത്തില്ല. ഇതെല്ലാം എനിക്ക് നാട്ടിൽ കൊണ്ടുപോവേണ്ടതാണ്. ഇതെല്ലാം ആയി. ഇനി അകത്തെല്ലാം കൂടെ വാരി വലിച്ചിട്ടു. ഇത് ഞങ്ങളുടെ ഒരു ടി വി ആണ്. പക്ഷെ ഇത് ഞങ്ങൾക്ക് കളയാൻ, പുതിയ ടി വി വാങ്ങിച്ചപ്പോൾ പഴയ ടി വി കളയാൻ തോന്നുന്നില്ല. ഇതെന്തായാലും നാട്ടിൽ കൊണ്ട് വെക്കാം. നാട്ടിലൊക്കെ പോയി ഇരിക്കുമ്പം കാണാമല്ലോ. ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ബോക്സ് ആയി, പാക്കിംഗ് ആയി. ഇനി ഈ ബോക്സിൽ കുറച്ചുകൂടെ പാക്ക് ചെയ്യാനുണ്ട്, അങ്ങോട്ട് പഞ്ചാബിലോട്ട് കൊണ്ടുപോവേണ്ടത്. അപ്പൊ നമുക്ക് അകത്ത് നാട്ടിലോട്ട് കൊണ്ടുപോവേണ്ടത് ആദ്യം പാക്ക് ചെയ്യാം. എനിക്ക് ചെടികൾ പാക്ക് ചെയ്യുമ്പോഴായിരിക്കും സങ്കടം വരുന്നത്. ഇതെല്ലാം വലിച്ച് എടുക്കുമ്പോൾ ഇത് പ്രിന്ററാ. ഒരു ബോക്സ് പാക്ക് ചെയ്തു. ഇതേ കിടക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം രാവിലെ തൊട്ടേ തുടങ്ങിയതാ, മടുത്തു. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് തുടങ്ങാം. ഇത് കൊച്ചിൻ്റെ സാധനങ്ങൾ. അതിനിടയ്ക്ക് മോള് വന്നു, എക്സാം ആയിരുന്നു, കുറച്ച് ദിവസം പഠിക്കാൻ വന്നു. അപ്പോൾ അവളുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നാളെ അവൾ പോകും. അപ്പോൾ ഇതെല്ലാം അവളുടേതാണ്. ഇതൊരു കെട്ടായി. പോകുന്നതിൻ്റെ തലേ ദിവസം അത് നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോകാം. വിളക്ക് കത്തിക്കുന്ന എല്ലാം നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോകാം കേട്ടോ. ഈ മുകളിൽ കിടക്കുന്ന ഈ കുപ്പികളൊക്കെ എന്താ ചെയ്യുന്നേ? ഇത് കൊണ്ടുപോകണോ അതോ ഇവിടെ കളയേണ്ടി വരുമോ? ഇതെല്ലാം കൂടെ നമുക്ക് കൊണ്ടുപോവാം അല്ലേ? അവള് കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, കൊറോണ സമയത്ത് ചെയ്തതാ. ഇനി ഇതിനെ ഒന്ന് ഇങ്ങോട്ട് നീക്കി വെക്കണം. എൻ്റെ ദൈവമേ, എന്നെ കൊണ്ട് പറ്റുന്നില്ലേ തനിയെ ഒന്നും. ഇതായി ഒരു ഇടികല്ല്. ഇനി ഈ അലമാരയിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം തുണികളൊക്കെ. ഈ തുണികളൊക്കെ ഇനി എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചിട്ട് ഈ അലമാര കാലി ചെയ്യണം കൊണ്ടുപോകാൻ വേണ്ടി, നാട്ടിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി. ഇവിടെ ഒരു അലമാരയുണ്ട്, അപ്പർ സൈഡിൽ ഒരു അലമാരയുണ്ട്. ഇനി ഇത്രയും സാധനങ്ങൾ വാരി ഇതിനകത്തോട്ടിടാം. ഈ സോഫ സെറ്റെല്ലാം നാട്ടിൽ കൊണ്ടിടേണ്ട സാധനങ്ങളാണ്. അതെല്ലാം ഒതുക്കി സോഫയും ദിവാൻ കോട്ടും കട്ടിലും നാട്ടിൽ കൊണ്ടുപോവുകയാണ്. പക്ഷേ കഴിഞ്ഞാൽ അവിടെ പട്ടിൻ്റെയിൽ നമുക്ക് ക്വാർട്ടേഴ്സിലെല്ലാം കിട്ടും. ഇതും നമുക്ക് കയ്യിൽ കൊണ്ടുപോകണം. നമ്മൾ എവിടെയാണോ അവിടെ നമ്മുടെ കൂടെ ഇരിക്കട്ടെ. എത്ര കാലം ഇരിക്കാൻ പറ്റും അത്രയും കാലം. ദൈവമേ, പൊട്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു. 1000 രൂപയായില്ലേ ഇത് ഗ്ലാസ് ഇട്ടത്? ഇത് നമുക്ക് കൂടെ കൊണ്ടുപോകണം ചേട്ടായി. ഇത് ഷാല് വരച്ചതാണ് കേട്ടോ. നമ്മൾ എത്ര കാലം നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ അത്രയും ഇരിക്കട്ടെ. ഇത് 1000 രൂപയായിട്ടോ ഇത്രയും ഗ്ലാസ് ഇട്ടെടുത്തതിന്. കണ്ണൂർ വെച്ച് ചെയ്തതാണ്, കൊറോണ സമയത്തല്ലേ. 4422. ചെടികളൊക്കെ ഇരിക്കട്ടെ, ഇനി നാട്ടിൽ പോയിട്ട് വന്നിട്ട് അതിൻ്റെ പണികളൊക്കെ ചെയ്യാം. ഈ റൂം മൊത്തം. ഇനി വാഷിംഗ് മെഷീൻ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോവേണ്ടതാണ്. ആ റൂമിലോട്ട് പോകണ്ട. കഴിച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തം സാധനമാണ്. അത് നമുക്ക് പതുക്കെ, അതെല്ലാം നാട്ടിൽ കൊണ്ടുപോവേണ്ട തുണികളും സാധനങ്ങളും ഒക്കെയാണ്. ഇനി ഈ കമ്പിളികൾ എടുത്ത് അങ്ങോട്ട് വെക്കാം അല്ലേ? ഇതൊക്കെ കൊണ്ടുപോവേണ്ടതല്ലേ? ഇതെല്ലാം കൊണ്ടുപോവേണ്ടതാണ്.
എന്തോ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നോക്കിയപ്പോൾ ആ മിക്സി എടുത്ത് വെച്ചില്ല കേട്ടോ കൊച്ചിൻ്റെ, അല്ലെങ്കിൽ അത് മറന്നു പോകും അവള് പോകുമ്പോൾ. ഞാൻ അതിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് വരട്ടെ. അവക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ വേണ്ടി മേടിച്ചതാ. ഇതും കൂടെ അതിനകത്തങ്ങ് പാക്ക് ചെയ്തങ്ങ് വെക്കാം. ഇരിക്കാൻ പാട്. ഇതിനെ അങ്ങോട്ട് കൊണ്ട് വെക്കാം. ഈ അലമാരയിലെ സാധനങ്ങളെല്ലാം നമുക്ക് കുറച്ചുകൂടെ ഉണ്ട് ഇനി നാട്ടിൽ കൊണ്ടുപോവാൻ. ഇത് മൊത്തം പാക്ക് ചെയ്യണം. ഇത് നാട്ടിൽ പോവേണ്ട അലമാരയാണ്. എല്ലായി മെഷീൻ നമുക്ക് നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം പാക്ക് ചെയ്യാം. ഇതും കൂടെ പാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ 2-3 ദിവസത്തിനകം നമുക്ക് നാട്ടിൽ സാധനം പോകുമല്ലോ. 1-ാം തീയതി 2-ാം തീയതി പോകും അല്ലേ സാധനം. ഇത് മെഷീൻ അത് ചെയ്യാം. ഇതെല്ലാം കഴുകാനുള്ളത്. അത് പുറത്തിട്ടുന്ന തുണികളെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. മഴയുമാണ്. അടുക്കള ഞാൻ തൊട്ടിട്ടില്ല. അടുക്കള ഇനി തിരിച്ചു വന്നതിന് ശേഷമേ ഉള്ളൂ പാക്കിംഗ് എല്ലാം. കാര്യം മൊത്തം ഒന്ന് പാക്കിംഗ് ആയതുകൊണ്ട് ഒന്നും വൃത്തിയാക്കിയൊന്നുമില്ല. എല്ലാം ലീക്കായി കിടക്കുക. ഇനി ഈ മുറിയിലുണ്ട് ഒരു മേശയുണ്ട്, കസാര. ഇതൊന്നും വേണ്ടല്ലോ, ഇതെല്ലാം കളയാനുള്ളതല്ലേ. ഇതെല്ലാം വേസ്റ്റ് എല്ലാം കൂടെ കളയാനുള്ളതാ. ഇതെല്ലാം നാട്ടിൽ കൊണ്ടുപോകാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ അലമാരയും നാട്ടിൽ പോവും. പിന്നെ പെട്ടി തുറക്കണം. പെട്ടിക്കകത്ത് കുറച്ച് തുണിയുണ്ട് കൊച്ചിൻ്റെത് പാക്ക് ചെയ്യാൻ. കഴിച്ചാൽ മറ്റേ നമ്മൾ എന്തെങ്കിലും ആവശ്യം ഇവിടെ വന്നാൽ തുണി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി എല്ലാം അവിടെ കൊണ്ട് വെക്കണം. കൂളറും കൊണ്ടുപോകണം. അവിടെയും ഭയങ്കര ചൂടും തണുപ്പും ഒക്കെയാണ്. അപ്പോൾ കൂളർ എന്തായാലും വേണം. അതുകൊണ്ട് ഈ അലമാരയ്ക്കകത്ത് ഇനി വലിയ സാധനമില്ല, ചെറുതായിട്ട് എന്തേ ഉള്ളൂ. അതൊക്കെ പാക്ക് ചെയ്തു. അതുമായി. അത് കൊച്ചിൻ്റെ ഇതെല്ലാം ഇനിയിപ്പോൾ വൈകുന്നേരം പാക്ക് ചെയ്യണം. അവളെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കാൻ.